2021 റിലാക്സ് ഫോഴ്സ് എന്നുള്ള കമ്പനി എന്റെ ഈ തലച്ചോറിൽ വന്നിട്ട് ഇപ്പൊ 25 നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. എന്നാലും എന്റെ വീട്ടുകാർ ഉൾപ്പെടെ ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഈ ഭാവിയിൽ ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായില്ല. കാരണം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സാധനമുണ്ട്, മൊബൈൽ ഫോൺ. അതോടൊപ്പം തന്നെ ഒരുപാട് പുതിയ പുതിയ അവസ്ഥകൾ, അതായത് നമ്മുടെ ഒരു ലൈഫ് ചാർട്ട് മുമ്പോട്ട് പോകുന്നത് ഫോറിൻ രാജ്യത്തിലെ കറക്റ്റ് രീതിയിലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ്. അതായത് ക്രീം ആണെങ്കിലും എന്ത് ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും നമ്മുടെ വസ്ത്രധാരണം ആണെങ്കിലും ചൂടത്തൊക്കെ കോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം 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 അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാംഡ് ആയി കഴിഞ്ഞു. അതായത് നമ്മൾ ഇന്ത്യക്കാരെന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യക്കാരുടെ കൾച്ചറാണ് ജപ്പാനും ചൈന എല്ലാം ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അതുപോലത്തെ കൺട്രീസ് എല്ലാം അവിടെ ബാൻഡാണ്. ഓക്കെ, എല്ലാം ബാൻഡാണ്. അവർ ഉപയോഗിക്കുന്ന ഒന്നും ചൈന ജപ്പാനിലൊന്നും കേട്ടില്ല. കാരണം അവർക്കറിയാം ഒരു രഹസ്യം. ആ ഒരു രഹസ്യം ഞങ്ങൾക്കും അറിയാം, റിലാക്സ് ഫോഴ്സിനും അറിയാം. നമ്മളെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് മണിയാണ്. മണി അല്ലെ, പണമാണെങ്കിലോ അമേരിക്കയുടെ കയ്യിൽ എലോൺ മസ്ക്. ആ ഒരു കണക്ഷനിലേക്ക് അത് പോകും. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് വളരെ 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 വലിയ കാര്യങ്ങളാണ്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങൾ അവരുടെ ഒരു പ്രോഗ്രാമിൽ സെറ്റായ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ പറയാമെന്ന് വേറൊന്നുമല്ല, നമ്മൾ ഈ നേച്ചറിലേക്ക് 100 കോടി ഫോറസ്റ്റ് 2 വർഷത്തിനുള്ളിൽ കൊണ്ടുവരുന്നത് വേറൊന്നിനുമല്ല. ഈ നമ്മുടെ തലച്ചോറിൽ ഫ്രീക്വൻസി ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ എല്ലാവിധ ട്രീറ്റ്മെന്റ്സും ഞങ്ങളുടെ എല്ലാവിധ ഫംഗ്ഷൻസും എല്ലാം നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡി, മൈൻഡ്, അതോടൊപ്പം തന്നെ ബയോമാഗ്നറ്റിസം, ലൈഫ് ഫോഴ്സ്, സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ്, ഇതുപോലത്തെ ബോഡീനെ സംബന്ധിച്ച കാര്യങ്ങളെ എല്ലാം മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ല യാതൊരു മരുന്നോ കാര്യങ്ങളോ സ്ക്രീമോ അതൊന്നുമല്ല, ജസ്റ്റ് ഈ ഒരു സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ നമ്മുടെ തലച്ചോറിലും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതായത് ഇപ്പൊ വൈഫൈ ആർക്കും കാണാൻ പറ്റില്ല, പക്ഷെ നെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതിന്റെ ഫ്രീക്വൻസിയാണ് 7.83 ഹെർട്സ് എന്ന് പറയും. ഈ സെയിം ഫ്രീക്വൻസി തന്നെയാണ് നമ്മുടെ എർത്തിലും ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കണക്ട് ആകുമ്പോഴാണ് നമ്മുടെ ആ ഒരു ബോഡി കറക്റ്റ് രീതിയിൽ പോകുന്നത്. ഈ ഒരു സംഭവമാണ് ഈ വൈഫൈ. അതോടൊപ്പം തന്നെ ഒരുപാട് സാറ്റലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഭൂമിയുടെ ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റി? ഈ ഒരു സാധനം കട്ടായി. അതായത് ഈ 7.83 ഹെർട്സും 7.83 ഹെർട്സും തമ്മിലുള്ള ഒരു കണക്ഷൻ കട്ടായി. അതായത് ഇന്റർനെറ്റ് കട്ടാവുന്ന പോലെ നമ്മൾ കട്ടായി. ആ ഒരു കട്ടായതിന്റെ പേരാണ് നമ്മളിപ്പോ അനുഭവിച്ചു വരുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും, ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്. ഇതെല്ലാം പണ്ടുണ്ടായിരുന്നോ? ഇല്ല. 1955 ആ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് ഒന്നും ഇല്ല. ഇപ്പൊ എന്താണ്? പരസ്പരം ആൾക്കാർ കൊല്ലുന്നു, ചാവുന്നു, മരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു പീക്ക് വേർഷൻ ആണ് 2030 ആ ഒരു സമയത്താകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറിനെ ഈ ഭൂമി നിയന്ത്രിക്കുന്ന പോലെ മനുഷ്യർ നിയന്ത്രിക്കും. അതായത് നമ്മളെല്ലാം ഒരു കളിപ്പാട്ടം പോലെ. നമ്മളല്ല, റിലാക്സ് ഫോഴ്സിന്റെ ആൾക്കാരൊന്നും കളിപ്പാട്ടങ്ങളാവില്ല, അത് ഞങ്ങൾ സമ്മതിക്കില്ല. റിലാക്സ് ഫോഴ്സിന്റെ ക്ലയന്റ് അല്ലാത്ത ആൾക്കാരെല്ലാവരും കളിപ്പാട്ടങ്ങളാവും. അതായത് എന്ത് നിയന്ത്രിക്കുന്നു? ഓക്കെ, പണമാണ് ഇപ്പൊ ഈ ലോകം നിയന്ത്രിക്കുന്നത്. എന്റെ പോസ്റ്റുകൾ കണ്ടാൽ അറിയാൻ പറ്റും, പണമാണ്. അല്ലെ, അച്ഛനും മകനോടുള്ള സ്നേഹവും, മകന് അച്ഛനോടുള്ള സ്നേഹവും, അമ്മക്ക് എല്ലാ റിലേഷൻഷിപ്പും അയന്ത്രവും എല്ലാം കണക്ട് പണത്തിലാണ്. അപ്പൊ ഈ പണം നിയന്ത്രിക്കുന്നത് എലോൺ മസ്ക്, അതോടൊപ്പം അമേരിക്ക, ഇവരെല്ലാം. അപ്പൊ ആ ഒരു ചിപ്പ് കണക്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ബിക്കോസ് യു ആർ പ്രോഗ്രാംഡ്. ജസ്റ്റ് കേൾക്കോ. ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് എല്ലാം. ഓക്കെ, അവർക്കത് മനസ്സിലാവും, അവരെന്നെ അപ്രോച്ച് ചെയ്യും, ഞങ്ങൾ നിങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കും.